വി മുരളീധരൻ വയനാട്ടിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. പിണറായി വിജയനും കൂട്ടുകാരും മാത്രമല്ല നമ്മുടെ വയനാട് MP ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി. അദ്ദേഹം ഇത്രയും കാലം ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യം അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലല്ലേ, ആ മണ്ഡലത്തിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം, ഈ കാര്യങ്ങളൊക്കെയല്ലേ ഒരു MP നോക്കേണ്ടത്. അതല്ലാതെ അദ്ദേഹം ജീപ്പ് കയറുന്നു, ജീപ്പിന്റെ ബോണറ്റിൽ കയറുന്നു, ഇതുപോലെയുള്ള പല കലാപരിപാടികളും ഈ കലാപരിപാടികൾ നടക്കുന്നതിന് പകരം ജനങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതുകൊണ്ട് ഈ വനം മന്ത്രിയെ പുറത്താക്കണം. മുഖ്യമന്ത്രി അത് രാജിവെച്ച് പോകുന്നില്ല, പുറത്താക്കണം. ഇങ്ങനെ ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ട് ജനത്തിന്റെ നികുതി പണം ചെലവാക്കേണ്ട ഒരാവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല എന്നുള്ളത് സർക്കാർ വിശദീകരിക്കണം. മൂന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രി ഈ കോഴിക്കോട് ഇരുന്ന് 18 ലക്ഷം രൂപ ചെലവാക്കി അവിടെ വിദ്യാർത്ഥികളുമായിട്ട് നടത്തുന്ന ഈ മുഖാമുഖം അത് നടത്തിക്കോ, അത് കഴിഞ്ഞിട്ടെങ്കിലും വയനാട്ടിൽ പോയി ജനങ്ങളെ ആശ്വസിപ്പിക്കും. പ്രമേയം പാസാക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രം കൊടുത്ത നിർദ്ദേശമുണ്ടല്ലോ. കേന്ദ്രം കൊടുത്ത പണം ചെലവഴിച്ചിട്ടില്ല. 31 കോടി 48 കോടി കൊടുത്തത് ചെലവഴിച്ചിട്ടില്ല. 2, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള നിരവധി പദ്ധതികൾ, എലിഫന്റ് പ്രോജക്ട് കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കിടങ്ങുകൾ കുഴിക്കുക, മുള്ളുവേലി കെട്ടുക, വൈദ്യുതിയുള്ള കമ്പി സ്ഥാപിക്കുക, വനത്തിൽ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ അവർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പെരിയാർ ടൈഗർ റിസർവും അതുപോലെ കേന്ദ്ര സർക്കാർ നേരിട്ട് സംരക്ഷിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ തന്നെ. അവിടെയൊന്നും ഈ കാട്ടാന ശല്യമില്ല. കാരണം അവിടെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ആ പരിപാലനം മുഴുവൻ നടക്കുന്നുണ്ട്. സൈലന്റ് വാലി ആണെങ്കിലും പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും അവിടെയൊന്നും ഈ പ്രശ്നങ്ങളില്ല. ഈ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ആ പണമടക്കം ചെലവഴിക്കുന്നില്ല. ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അതെ അതെ, സർവകക്ഷി യോഗത്തില് ആനയും കടുവയൊന്നും വരില്ലല്ലോ. അല്ല, ചർച്ച ചെയ്യാനില്ല. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക മാത്രം ചെയ്താൽ മതി. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, കൊടുത്ത പണം ചെലവഴിക്കുക. കൊടുത്ത പണം ചെലവഴിക്കാതെ ഇപ്പൊ ശശീന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ 650 കോടിയുടെ പദ്ധതി സമർപ്പിച്ചു, കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല എന്നാണ്. 650 കോടി ചെലവാക്കുന്നതിന് പകരം ആദ്യം കൊടുത്ത 50 കോടി ചെലവാക്കട്ടെ. നേരത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമയത്തല്ല സർവകക്ഷി യോഗം വിളിക്കുകയും നിയമസഭയിൽ പ്രമേയങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാ രീതിയിലൊന്നും ഉണ്ടാകുന്നില്ല. അല്ല, സർവകക്ഷി യോഗം വിളിക്കുന്നതിൽ ഒരു വിരോധമില്ല എനിക്ക്. സർവകക്ഷി യോഗത്തിന്റെ പ്രശ്നം വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോഴും അതുപോലെ എങ്ങനെയാണ് ഇത് നേരിടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തപ്പോഴും. ഇവിടെ വ്യക്തതയില്ലായ്മയില്ല. കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 2021-ലും 2022-ലും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ പ്രശ്നം. അതുകൊണ്ടല്ല, അത് മുള്ളൻ പന്നിയുടെ കാര്യത്തിലാണ് ആ പ്രശ്നം. ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം. ഇവിടെ ഇപ്പം മുള്ളൻ പന്നി അല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത് ആനയും കടുവയാണ്. ആനയും കടുവയും നേരിടാൻ വേണ്ടിയിട്ട് മുള്ളൻ പന്നിയുടെ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ആനയും കടുവയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആനയും കടുവയുടെയും പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് വയനാട് വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം, രാഹുൽ ഗാന്ധി അവിടെ മെഡിക്കൽ കോളേജിന്റെ സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം MP പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ അദ്ദേഹത്തെ മറ്റ് പ്രവർത്തനങ്ങളല്ല നടത്തേണ്ടത്. അതോടെ കേരള സർക്കാരിന് കേന്ദ്രം പണം നൽകിയിട്ടുണ്ട്, ആ പണമൊന്നും ചെലവഴിച്ചിട്ടില്ല എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു.